സിമ്പിൾ ടിപ്സ്. അപ്പോൾ ഞാനിത് വന്നിരിക്കുന്നത് ഒരു ബെസ്റ്റ് മിറാക്കിൾ ഓയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡെയിലി റുട്ടീനിൽ ഒരു മെയിൻ എന്താ പറയുക ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് മഞ്ചിഷ്ട, പിന്നെ നമ്മുടെ എള്ളാണ്, കറുത്ത എള്ള് വരുന്നില്ല അതാണ്, പിന്നെ ഓയിൽ. ഏത് ഓയിലാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ആ ഓയിൽ. ഞാനിതിൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെന്തായാലും കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. 220 റുപ്പീസിന് വെർജിൻ കോക്കനട്ട് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിളായി തോന്നുന്ന ഓയിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മോയ്സ്ചറൈസറായി കീപ്പ് ചെയ്യും നമ്മുടെ ബോഡി ഫുള്ളായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്രാക്സ്, അതുപോലെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ദേഹത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ബെസ്റ്റാണ് ഈ കോക്കനട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഫുള്ള് ഓയിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ഞാൻ കാച്ചിയ ഓയിൽ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മഞ്ചിഷ്ട എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു വലിയ സ്പൂണ് തന്നെ 1.5 സ്പൂണ് ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം, നമ്മുടെ ബോഡിയും ആയിക്കോട്ടെ, മുഖം ആയിക്കോട്ടെ, എല്ലാം ബ്രൈറ്റനിങ് ചെയ്യാനും നല്ലൊരു ക്ലിയർ കട്ട് സ്കിന്ന് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എള്ള് 2 സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. എള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന അലർജീസ് എല്ലാം, ഇറിറ്റേഷൻസ് എല്ലാം മാറ്റാനും പറ്റിയ ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ള്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റായിട്ട് ഒരിക്കലും ചൂടിൽ വെക്കാൻ പാടില്ല ഈ എണ്ണ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞിട്ട് ബംസൊക്കെ ഉണ്ടാവത്തില്ല, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി പോലുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഒരു നല്ല വെള്ളം നല്ലോണം തിളക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല കുമിളകൾ വരും. അപ്പം അത്ര മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പം എണ്ണ ഒരു പാകത്തിലാവുമ്പം ഇതൊക്കെ നന്നായിട്ട് എണ്ണയിൽ മിക്സായിട്ടേ നല്ലൊരു കളറ് വരും, ഒരു മെറൂൺ കളറാകും. അതുവരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് മഞ്ചിഷ്ട ഓയിലാണ്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിൽ തന്നെ ഞാൻ ആക്കിയിട്ടുള്ളതാണ്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മളുടെ മഞ്ചിഷ്ട, പിന്നെ എള്ളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ തന്നെ ആക്കി വെച്ചതാണ് വെർജിൻ കോക്കനട്ട്. അപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബെസ്റ്റാണ് നമ്മുടെ ഹെയറിനായിക്കോട്ടെ, അതുപോലെ തന്നെ ബോഡിക്കായിക്കോട്ടെ. അപ്പോൾ അതിൽ നമ്മുടെ മഞ്ചിഷ്ടയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ നിറം വർദ്ധിക്കാനും, പിന്നെ എള്ളിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്, നമ്മുടെ നിറം വർദ്ധിക്കാൻ ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ എള്ള്. അത് രണ്ടും കൂടിയിട്ട് നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയാണിത്. നല്ലൊരു വ്യത്യാസമാണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം. നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പം ഇതിൻ്റെ ആ സെയിം ബോട്ടിലിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ അറിയുന്നുണ്ടോ അറിയില്ല, മഞ്ചിഷ്ടയും എള്ളുമാണിത് ആക്കിയിട്ടുള്ളത്. അത് ഫുൾ ഉണ്ടായിരുന്നു, ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തു. ഇത് ഞാൻ മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കുളിക്കുമ്പോൾ മേത്തും തേക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മേത്തൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു മസാജിങ് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ബെസ്റ്റ് ഓയിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ദിനേശ് വല്യാതി ഓയിൽ അതെല്ലാം ഇല്ലേ, അതുപോലെ തന്നെയാണ് മഞ്ചിഷ്ട ഓയിലും. നമുക്ക് ദേഹത്ത് കളർ വരാനും ഒരു മോയ്സ്ചറൈസിങ് ഫീൽ തരാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ഓയിലാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.